തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയിച്ചെങ്കിലും ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് കുറവുണ്ട്. രാധാകൃഷ്ണനെ പാർട്ടിയുടെ ഒപ്പം കൂട്ടാനുള്ള നീക്കം ബി.ജെ.പി നടത്തിക്കഴിഞ്ഞു. എന്നാൽ രാധാകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ. അതേസമയം മന്ത്രി വി ശിവൻകുട്ടിയെയും കടകംപള്ളിയെയും രാധാകൃഷ്ണൻ വീട്ടിലെത്തി കണ്ടിരുന്നു. പലരും വിളിച്ചു എന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. പ്രദേശത്ത് ജനങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനം എടുക്കും. ജനങ്ങളെ വിളിച്ചു ചേർത്ത് യോഗം ചേരും. ജനങ്ങളുടെ ആവശ്യങ്ങൾ മുന്നിൽ വെക്കും. വ്യക്തിപരമായി ഒരു ഡിമാൻഡും ഇല്ല. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. രാധാകൃഷ്ണന് പുറമെ പൗണ്ട് കടവ് വാർഡിൽ സ്വതന്ത്രനായി മത്സരിച്ച സുധീഷ് കുമാറും വിജയിച്ചിരുന്നു. ബി.ജെ.പിക്ക് അധികാരത്തിലെത്തണമെങ്കിൽ ഇവരുടെ നീക്കം നിർണായകമാണ്. 101 ഡിവിഷനുകൾ ഉള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ 100 ഡിവിഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വിഴിഞ്ഞത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് ഒരു വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു. ഏത് പ്രതിസന്ധിയിലും LDF-നൊപ്പം ഉറച്ചുനിന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. LDF-ന്റെ സീറ്റ് നില 51-ൽ നിന്നും 29-ആയി. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനക്കാരായ NDA ഇത്തവണ 1-ാം സ്ഥാനത്തെത്തി. നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസിനും കഴിഞ്ഞു. കഴിഞ്ഞ തവണ 10 സീറ്റ് നേടിയ കോൺഗ്രസ് ഇത്തവണ 9 സീറ്റ് അധികം നേടി. ഏകദേശം അരനൂറ്റാണ്ടോളം തുടർച്ചയായി കോർപ്പറേഷൻ ഭരണം കൈയാളിയ LDF-ന് കനത്ത തിരിച്ചടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാനത്ത് ആദ്യമായി ഭരണം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് അപ്രതീക്ഷിത വെല്ലുവിളിയായാണ് എത്തുന്നത്. മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. 101 വാർഡുകളിൽ വെറും 29 ഇടങ്ങളിൽ മാത്രമാണ് വിജയിച്ചത് എങ്കിലും ഒറ്റയ്ക്ക് മേയറെ വിജയിപ്പിക്കാൻ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിലാണ് മത്സരിക്കാൻ CPM തീരുമാനിച്ചത്. മുതിർന്ന നേതാവ് RP ശിവജിയെ മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനും പാർട്ടിക്കുള്ളിൽ തീരുമാനമായി. പുന്നേക്കാമുകൾ വാർഡിൽ നിന്ന് വിജയിച്ചാണ് മുൻ വിളപ്പിൽ ഏരിയ സെക്രട്ടറി RP ശിവജി നഗരസഭാ കൗൺസിലറായത്. മത്സരിക്കാതിരുന്നാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. 100 വാർഡുകളിലാണ് തിരുവനന്തപുരം നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്ന് വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു. 50 സീറ്റുകളുള്ള ബി.ജെ.പിയാണ് നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. CPM-ന് 29 സീറ്റും കോൺഗ്രസിന് 19 സീറ്റും സ്വതന്ത്ര 2 വാർഡുകളിലുമാണ് വിജയിച്ചത്. ഇവരെല്ലാം കൂടി ചേരുമ്പോൾ അത് 50 വോട്ടായി മാറും. എന്നാൽ സ്വതന്ത്രരുടെ നിലപാട് എന്തെന്ന് നിർണായകമാകും. അതുപോലെ തന്നെ വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പും പ്രധാനമായി മാറും മുന്നണികൾക്ക്. അതേസമയം ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ തലസ്ഥാന കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയെ ഡിസംബർ 26-ന് പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതുവരെ കുറച്ച് സസ്പെൻസ് ഇരിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. R ശ്രീലേഖ, VV രാജേഷ്, കരമനാജിത്ത് എന്നിവരുടെ പേരുകളാണ് ബി.ജെ.പി പരിഗണിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് സിമി ജ്യോതിഷിന്റെ പേരിനാണ് ബി.ജെ.പിയിൽ മുൻതൂക്കം. ആശാനാഥിന്റെ പേരും പരിഗണനയിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി അധികാരത്തിലെത്തിയത് ചരിത്ര നിമിഷമാണ്. നഗരത്തിന്റെ വികസനത്തിനായി ബി.ജെ.പി വലിയ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. അധികാരമേറ്റ് 45 ദിവസത്തിനകം തിരുവനന്തപുരത്തിന്റെ വികസന ബ്ലൂ പ്രിന്റ് പുറത്തിറക്കും. ഈ വികസന പദ്ധതികളുടെ പ്രഖ്യാപനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ ശിവൻകുട്ടിയെ ഉൾപ്പെടെ കണ്ട രാധാകൃഷ്ണൻ ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റൊരു സ്വതന്ത്രനായ സുധീഷിനെ പിടിക്കാനും ബി.ജെ.പി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സുധീഷും വഴങ്ങുന്നില്ല. ഇനി ബി.ജെ.പിക്ക് ആശ്രയം രാധാകൃഷ്ണൻ തന്നെയാണ്. പിന്തുണ നൽകാമെന്ന് രാധാകൃഷ്ണൻ പറയുമ്പോഴും മനസ്സിലിരിപ്പ് പുറത്തുവിടുന്നില്ല. അത് മേയർ സ്ഥാനം തന്നെയാണ്. മന്ത്രി ശിവൻകുട്ടിയുമായി അടുത്ത ബന്ധമുണ്ട്. ബി.ജെ.പിയുടെ നഗരസഭാ മോഹത്തെ തല്ലിക്കെടുത്താൻ CPM ചുമതലപ്പെടുത്തിയിരിക്കുന്ന നേതാവാണ് മന്ത്രി ശിവൻകുട്ടി. അദ്ദേഹം SFI സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് SFI പ്രവർത്തകനായി സജീവമായിരുന്നത്. ജില്ലയിലെ വിവിധ CPM നേതാക്കളുമായി അടുത്ത ബന്ധം രാധാകൃഷ്ണനുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റായി രാധാകൃഷ്ണൻ ജയിച്ചത് CPM-ന്റെ കൂടെ സഹായത്തോടെയാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് ബി.ജെ.പിയിൽ നിന്നും ഭരണം ഇല്ലാതാക്കാനാണ് CPM ശ്രമിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി ഭരണം അട്ടിമറിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് ബി.ജെ.പി അകറ്റി നിർത്തണമെന്ന ചിന്ത മാത്രമാണ് CPM-നുള്ളത്. ഇതിനായി കോൺഗ്രസിന്റെ സഹായവും തേടിയിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ CPM-നെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. അതേസമയം ബി.ജെ.പി അകറ്റി നിർത്താൻ ഇത്തരമൊരു സഖ്യത്തിന് തയ്യാറെന്നായിരിക്കാം ശ്രമം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലെ തോൽവിയിൽ CPM-ഉം ജില്ലാ കമ്മിറ്റിയിൽ തന്നെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് കനത്ത അഹങ്കാരവും കെടുകാര്യസ്ഥതയും ഉണ്ടായതാണ് പ്രധാന വിമർശനം. മുൻ മേയറും വട്ടിയൂർക്കാവ് MLA-യുമായ VK പ്രശാന്ത് മേയർക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് എന്ന വിവരം. മേയർക്കെതിരെ ഭൂരിഭാഗം നേതാക്കളും വിമർശനം ഉന്നയിച്ചുവെന്നാണ് റിപ്പോർട്ട്.
സംസ്ഥാനത്തെ പൊതു സാഹചര്യങ്ങളും തോൽവിയിൽ നിർണായകമായെന്നാണ് വിലയിരുത്തൽ. ശബരിമലയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനൊപ്പം കാറിൽ യാത്ര ചെയ്തത്, ശബരിമലയിലെ കട്ടളപ്പാളിയിലെ സ്വർണ്ണക്കൊള്ള തുടങ്ങിയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. നഗരസഭ ഒഴികെയുള്ള മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ മുന്നിലെത്താൻ കഴിഞ്ഞെങ്കിലും വിജയത്തിന് 2020-ലെ തിളക്കമില്ലെന്ന അഭിപ്രായവും ചർച്ചയായി. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും തിരിച്ചടിയായി. പാർട്ടിക്ക് 3 ജില്ലാ സെക്രട്ടറിമാർ ഉണ്ടെന്ന പ്രതീതിയാണ് പലപ്പോഴും ഉണ്ടായത്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവും തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസും BJP മികച്ച സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയപ്പോൾ CPM പ്രഖ്യാപനം വൈകി. പലയിടത്തും നേതാക്കൾ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി മാറി. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നും CPM ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. ഭരണം BJP കൊടുത്തത് ആരെയാണെന്ന വിമർശനമാണ് ഉയർന്നു കേൾക്കുന്നത്. നഗരസഭയിൽ BJP ജയിച്ചത് മുഖ്യമന്ത്രിയുടെ സഹായം കൊണ്ടാണെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്ത് NDA ഭരണം പിടിക്കുമെന്ന വിധത്തിൽ മുന്നേറ്റം നടക്കുമ്പോഴാണ് ശ്രദ്ധ നേടി കണ്ണമ്മൂലയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയം. 3 മുന്നണികളെയും അപരന്മാരെയും തറപ്പറ്റിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കണ്ണമ്മൂല വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പാറ്റൂർ രാധാകൃഷ്ണൻ അട്ടിമറി വിജയം നേടുകയായിരുന്നു. 373 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയം. പാറ്റൂർ രാധാകൃഷ്ണൻ 1215 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി 842 വോട്ടും UDF സ്ഥാനാർത്ഥി 702 വോട്ടുമാണ് ലഭിച്ചത്. BJPക്ക് 514 വോട്ടുകളും നേടിയിരുന്നു. ശക്തമായ വെല്ലുവിളി ഉയർത്തുമെന്ന് കരുതിയെങ്കിലും പാറ്റൂർ രാധാകൃഷ്ണന്റെ 4 അപരന്മാർക്ക് 65 വോട്ടുകൾ മാത്രമാണ് നേടിയത്. തിരുവനന്തപുരം പ്രസ് ക്ലബിലെ മുൻ ഭാരവാഹി കൂടിയാണ് പാറ്റൂർ രാധാകൃഷ്ണൻ. പ്രസ് ക്ലബ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കാലത്ത് രാധാകൃഷ്ണനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ മാധ്യമപ്രവർത്തകർക്ക് പിൻബലം നൽകുന്ന പ്രവർത്തനങ്ങളാണ് രാധാകൃഷ്ണൻ നടത്തിയത്. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവർത്തിക്കുന്നുണ്ട്. അതിനാൽ എന്തു വില നൽകിയും ഭരണം പിടിക്കണം. മേയർ സ്ഥാനം വരെ ബലി നൽകാമെന്ന് BJP ആരോപിക്കുന്നത് അതുകൊണ്ടാണ്.